നമസ്കാരം. നമുക്കെല്ലാം അറിയാം ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒരു ക്രിമിനൽ ഒഫൻസ് ആണെന്നും അതിനുള്ള പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മളറിയാൻ പാടില്ലാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അജ്ഞതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അമിത അളവിൽ മദ്യപിച്ച് വണ്ടിക്കകത്തിരുന്നാലും അത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് അതേ ഒഫൻസിന്റെ കാറ്റഗറി വരും. അതായത് 4 സബ്സെക്ഷൻ 2 ഓഫ് റോഡ് ട്രാഫിക് ആക്ട് 1988 പ്രകാരം the person who is in control of a vehicle, it is deemed as if he has driven the car under the influence of alcohol. ഇൻചാർജ് ഓഫ് എ വെഹിക്കിൾ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് എ വെഹിക്കിൾ ആണ്. അതായത് അതിനകത്ത് കുറച്ച് ഡിഫൻസുകളുണ്ട്. അതായത് ഇന്റൻഷൻ ഓഫ് ദ ഡ്രൈവർ, അല്ലെങ്കിൽ പ്രോക്സിമിറ്റി ഓഫ് ദ കീ, കുറച്ച് ഡിഫൻസ് ഉണ്ട്. പക്ഷെ അത്ര ഈസി അല്ല അത് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഒരു പോലീസ് ഓഫീസർക്ക് തോന്നുവാണ് ലീഗൽ ലിമിറ്റിൽ കൂടുതൽ മദ്യപിച്ച ഒരാൾ വണ്ടിക്കകത്ത് ഇരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്ത് വാറണ്ട് ഇല്ലാതെ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലീഗൽ ലിമിറ്റിൽ കൂടുതൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ അടുത്തോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് പ്രാക്ടീസ്. അതുപോലെ ഇത്തരത്തിലൊരു കേസിൽ നിങ്ങൾ പെടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ സോളിസിറ്ററെ കൊണ്ട് ലീഗൽ ഒപ്പീനിയൻ എടുക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.